കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2020 മാർച്ച് 27-ന് 1908 രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ന്യൂഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത സേവാതീർത്ഥിൽ പ്രവർത്തിച്ചുവരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് PM കെയേഴ്സ് ഫണ്ട് എന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട്. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി എന്നിവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായ പ്രസ്തുത ട്രസ്റ്റിന്റെ സെക്രട്ടറിയായി ഓണററി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. PMOയിലെ അഡീഷണൽ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും. PMOയിലെ ഉദ്യോഗസ്ഥരായിരിക്കും അതിന്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുക. വിരമിച്ച ജസ്റ്റിസ് KT തോമസ് അടക്കം ഒരു 5-അംഗ ഉപദേശക സമിതിയെയും ട്രസ്റ്റിമാരുടെ ബോർഡ് നിയമിച്ചിട്ടുണ്ട്. COVID-19 പോലുള്ള പൊതുജനാരോഗ്യ അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ അടക്കം മറ്റ് ദുരിതങ്ങളിലും ജനങ്ങൾക്ക് സഹായമെത്തിക്കുക, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവ എത്തിച്ചു നൽകുക, പഠന ഗവേഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങി വിപുലമായ ലക്ഷ്യങ്ങളാണ് PM കെയേഴ്സ് ഫണ്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ദേശീയ ദുരന്ത നിവാരണ നിധി തുടങ്ങി നിലവിലുള്ള വിവിധങ്ങളായ ഫണ്ടുകൾക്കും പദ്ധതികൾക്കും സംവിധാനങ്ങൾക്കും പുറമെ ഇത്തരത്തിലൊരു പൊതു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊണ്ടപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത മോഡി BJP സംഘപരിവാർ വൃത്തങ്ങളും അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ ആശങ്കയും സംശയവും പ്രകടിപ്പിച്ച പ്രതിപക്ഷ പാർട്ടികളും പൗരസംഘടനകളും വ്യക്തികളുമുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിന്റെ ആശങ്കകളെയും സംശയങ്ങളെയും സാധൂകരിക്കുന്ന വാർത്തകളും വസ്തുതകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്ന ട്രസ്റ്റിന്റെ നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധവും സംശയാസ്പദവുമാണ്. ഫണ്ടിലേക്ക് സർക്കാർ ബജറ്റിൽ നിന്നും ധനസഹായം യാതൊന്നും നൽകുന്നില്ലെന്ന വാദമുഖമുന്നയിച്ച് രാജ്യത്തിന്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പരിശോധന വിലക്കിയ ട്രസ്റ്റ് കണക്കുകൾ പരിശോധിക്കാൻ സ്വകാര്യ ഓഡിറ്ററെ ചുമതലപ്പെടുത്തിയതും വിചിത്രമാണ്. 2023-2025 കാലയളവിലെ 2 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ പുറത്തുവരാത്തതിനെ തുടർന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 17-ന് അവ മുൻ നീക്കിയിരിപ്പടക്കം മൊത്തം ട്രസ്റ്റിന്റെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയുണ്ടായി. 2024-25 ലഭ്യമായ 8,452 കോടി രൂപയുടെ 0.01% മാത്രമാണ് തന്നാണ്ട് ചിലവഴിച്ചതായി കാണുന്നത്. ഇക്കാലയളവിൽ സംഭാവനകളായും സ്ഥിരം നിക്ഷേപങ്ങളുടെ പലിശ ഇനത്തിലുമായി മൊത്തം വരുമാനം 1,279.9 കോടി രൂപ ആയിരുന്നുവെന്നും ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇക്കാലയളവിൽ കേരളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലോ ആരോഗ്യ വെല്ലുവിളികളടക്കം ദുരിതങ്ങളിലോ ഫണ്ടിൽ നിന്നും ഏതെങ്കിലും ആശ്വാസ നടപടികളോ ധനസഹായമോ നൽകിയതായി റിപ്പോർട്ട് പറയുന്നില്ല. മാത്രമല്ല, വിവിധ ആവശ്യങ്ങൾക്കായി നൽകിയ മൊത്തം തുകയിൽ അവ നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ ഏജൻസികൾ 87.85 ലക്ഷം രൂപ മാത്രമേ വിനിയോഗിച്ചതായി കാണുന്നുള്ളൂ. ബാക്കി വന്ന 342 കോടി രൂപ ഏജൻസികൾ ഫണ്ടിൽ തിരിച്ചടച്ചതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. രാജ്യം അഭൂതപൂർവമായ ദുരന്തങ്ങളിലും പകർച്ചവ്യാധികളടക്കം വെല്ലുവിളികളിലും കൂടി കടന്നുപോകുമ്പോൾ ഫണ്ട് ഭീമമായ തുക ചിലവഴിക്കാതെ മരവിപ്പിച്ചു നിർത്തിയെന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. PM കെയേഴ്സ് ഫണ്ടിനെ പറ്റിയും അതിന്റെ വിനിയോഗം സംബന്ധിച്ചും നിലനിൽക്കുന്ന നിഗൂഢതകളും ദുരൂഹതകളും അകറ്റാൻ പ്രധാനമന്ത്രിയും ട്രസ്റ്റും തയ്യാറാവണം. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകളെയും സ്ഥാപനങ്ങളെയും വിയോജിപ്പുകളും പ്രതിഷേധങ്ങളും വകവയ്ക്കാതെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തുന്ന ഭരണകൂടം വിദേശത്തു നിന്നും തങ്ങൾ നേതൃത്വം നൽകുന്ന ട്രസ്റ്റിന് ലഭിക്കുന്ന സംഭാവനകളുടെ സ്വഭാവവും ഉറവിടവും വെളിപ്പെടുത്തുകയെന്നത് കേവല രാഷ്ട്രീയ ധാർമ്മികതയാണ്. പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്നതും പ്രധാനമന്ത്രിയുടെ ഓഫീസും സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ അധികാരവും ഉപയോഗിച്ച് സമാഹരിക്കുന്ന ഫണ്ട്, അതിന്റെ വിനിയോഗം, കണക്കുകൾ എന്നിവയിൽ സുതാര്യത എന്നത് ഒരു ജനാധിപത്യ ക്രമത്തിൽ അവഗണിക്കാനാവാത്ത അനിവാര്യതയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ടുകളുടെ സമാഹരണവും അതിന്റെ വിനിയോഗവും സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നത് സംശയകരമാണ്. തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി 10,000 കോടി രൂപയിലധികം സമാഹരിച്ച BJPയുടെയും മോഡി സർക്കാരിന്റെയും നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധി ഇവിടെ പ്രസക്തമാണ്. രാഷ്ട്രത്തിന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും സ്വന്തമാക്കാൻ ഒരു പിടി സമ്പന്ന വ്യാവസായിക കുടുംബങ്ങൾക്ക് വഴിയൊരുക്കിയ ചങ്ങാത്ത മുതലാളിത്തത്തിലേക്കുള്ള പാതയൊരുക്കലായിരുന്നു തിരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന ഭരണഘടനാ വിരുദ്ധ പദ്ധതി. അതിന്റെ തനിയാവർത്തനവും പുതിയ പതിപ്പുമാണ് PM കെയർ ഫണ്ട് എന്ന ജനങ്ങൾ തിരിച്ചറിയുന്നു.